എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന സൂപ്പർ ടേസ്റ്റോട് കൂടിയ നല്ലൊരു 4 മണി പലഹാരമാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഒപ്പം തന്നെ ഇതിനോടൊപ്പം കഴിക്കാനായിട്ട് ഒരു സ്പെഷ്യൽ തേങ്ങ ചട്നി കൂടി റെഡിയാക്കിയിട്ടുണ്ട്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ റെസിപ്പി കാണാം. നമ്മുടെ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് വെള്ളമൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിനായിട്ട് സ്റ്റൗവിൽ ഒരു പാത്രം വെച്ച ശേഷം ഇതിലേക്ക് 2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് വെള്ളത്തിൽ ഉപ്പ് കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒപ്പം തന്നെ നല്ലൊരു കളറിനായിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വെള്ളം ഇപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് റവയാണ്. 2 കപ്പ് വെള്ളത്തിലേക്ക് 1 കപ്പ് റവയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. റവ വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. റവ ചേർത്തിട്ട് തീയൊന്ന് മീഡിയത്തിലാക്കി വെച്ച ശേഷം തുടർച്ചയായി ഇളക്കി നമുക്ക് ഈ റവയൊന്ന് വേവിച്ചെടുക്കാം. ഇതിലെ വെള്ളമെല്ലാം വറ്റി ഇതൊന്ന് കട്ടിയായി കിട്ടും വരെ നമുക്കിത് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇതിലെ വെള്ളമെല്ലാം വറ്റി റവ പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ വിട്ടുവരുന്ന ഈ ഒരു പാകമായി കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ ചൂടെല്ലാം പെട്ടെന്ന് തന്നെ കുറഞ്ഞു കിട്ടാനായിട്ട് ഇത് നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയൊരു സവാള ഇതുപോലെ വളരെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് ചേർക്കാം. കൂടെ തന്നെ എരിവിന് ആവശ്യമായ 1-2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായി അരിഞ്ഞതും 1-2 തണ്ട് കറിവേപ്പില ചെറുതായി അരിഞ്ഞത് കൂടി ചേർക്കാം. മല്ലിയില ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് 2-3 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി അരിഞ്ഞെടുത്ത് ചേർക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞ് കൈ തൊടാവുന്ന ചൂടായി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചേർത്ത ചേരുവകളെല്ലാം റവയിലേക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കയ്യിൽ കുറച്ച് ഓയിൽ തേച്ച ശേഷം നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്ത് കൂടി എടുക്കാം. ഇതിൽ നിന്നും കുറച്ചെടുത്ത് കയ്യിൽ വെച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്ത ശേഷം ചെറിയൊരു ഹോൾ കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ സാധാ ഉഴുന്നുവട പോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. എല്ലാം ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് കൂടി എടുക്കണം. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ ഏകദേശം 6 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചൊന്ന് ചൂടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കൂടുതൽ ഓയിൽ വെച്ച് ഡീപ് ഫ്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ ഷേപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന റവ വടയെല്ലാം നമുക്ക് ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. വടയെല്ലാം ഓയിലിലേക്ക് ഇട്ട ശേഷം തീയൊന്ന് മീഡിയം ഫ്ലെയിമിനും ഹൈ ഫ്ലെയിമിനും ഇടയിൽ വെച്ചിട്ട് വടയുടെ ഒരു സൈഡ് നന്നായി മൊരിഞ്ഞ് ഒരു ലൈറ്റ് ബ്രൗൺ നിറമായി കിട്ടും വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഒരു 1.5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് ഒരു ലൈറ്റ് ബ്രൗൺ നിറമായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അടുത്ത സൈഡ് കൂടി നന്നായി മൊരിഞ്ഞ് ഇതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ നിറമായി കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതെല്ലാം എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. നമ്മുടെ പലഹാരം ഒട്ടും തന്നെ എണ്ണ കുടിക്കാതിരിക്കാനായിട്ട് കോരിയെടുക്കുന്നതിന് 4-5 സെക്കൻഡ് മുമ്പ് തീ നന്നായിട്ട് കൂട്ടി ഹൈ ഫ്ലെയിമിൽ വെച്ച ശേഷം എണ്ണയിൽ നിന്നും കോരിയെടുക്കുന്നതാവും നല്ലത്. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റോട് കൂടിയ നല്ല ക്രിസ്പി ആയിട്ടുള്ള റവ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനോടൊപ്പം കഴിക്കാനായിട്ട് വളരെ രുചികരമായ ഒരു സ്പെഷ്യൽ തേങ്ങ ചട്നി എങ്ങനെ തയ്യാറാക്കാമെന്ന് കാണാം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് 4-5 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ എരിവിന് ആവശ്യമായ 1-2 പച്ചമുളകും കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നല്ലൊരു സ്വാദിനായിട്ട് ഇതുപോലെ 10-12 കാഷ്യൂ നട്ട്സ് കൂടി ചേർക്കാം. ഒപ്പം തന്നെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ തന്നെ 4-5 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്ത മിക്സ് നമുക്ക് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 2 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയും ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം അത് ഇതിലേക്ക് ചേർക്കാം. അങ്ങനെ നമ്മുടെ റവ വടയോടൊപ്പം കഴിക്കാനായിട്ടുള്ള സ്പെഷ്യൽ തേങ്ങ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു സിമ്പിൾ 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. മറ്റു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക് യു.